കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കല്ലളൻ വൈദ്യർ എന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയായിരുന്നു ആദ്യത്തെ നോവലായിട്ട് ഞാൻ എഴുതാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് പുള്ളിയുടെ വിരലായിരുന്നു. ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ ഈ നോവൽ പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുത്ത് നിർത്തി. ഇനി എൻ്റെ പട്ടി എഴുതുമെന്ന് വിചാരിച്ചു ഞാൻ സ്വയം വലിച്ചെറിഞ്ഞ നോവലായിരുന്നു. ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വടി എടുത്തിട്ടാണ് പുറത്തിറങ്ങുക. ഇയാൾക്ക് പെണ്ണുങ്ങളെ കണ്ണെടുത്താൽ കണ്ടുവിടാം. പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇയാൾ വടി എടുത്തിട്ട് ഇവരെ തല്ലാൻ പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒറ്റ ഉദാഹരണം പറയാം. അപ്പോൾ നിങ്ങൾ ചീവീട് എന്നാണ് നിങ്ങൾ ഈ രാത്രി കരയുന്ന ജീവിയെ വിളിക്കുന്നത്. ഞങ്ങൾ പീരാങ്കുടുക്കാന്ന് വിളിക്കുക. എൻ്റെ വാക്കുകളെ ചെരാതുകൾ ജലത്തിൻ അലകളിൽ ഒഴുക്കും പോലെ നിങ്ങളെ ഞാൻ കാലത്തിൻ അലകളിൽ ഒഴുക്കി വിടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭാ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ വരാനും നിങ്ങളെ കാണാനും കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമായി അറിയിക്കുന്നു. മരണവംശം മരണവും സ്നേഹവും മരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാസവഴികൾ എന്നാണ് ഈ സെഷൻ്റെ ടൈറ്റിൽ. പൊതുവേ നമ്മളിപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ സ്വയം എൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊരു കാസർഗോഡുകാരൻ എന്ന നിലയിൽ എനിക്ക് അനൽപമായ നാണക്കേടുണ്ട്. കാരണം നമ്മൾ തന്നെ നമ്മൾ തള്ളുക എന്ന് പറയില്ലേ, അങ്ങനൊരു ശരികേടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സെഷനിലേക്ക് ഞാൻ മാത്രമായതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം പെട്ടെന്ന് നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവുമെന്നാണ് എൻ്റെ വിനീതമായ പ്രതീക്ഷ. മരണവംശം എൻ്റെ ആദ്യത്തെ നോവലാണ്. വായിച്ചവർക്കറിയാം, ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ആദ്യത്തെ നോവലും എൻ്റെ 12ാമത്തെ പുസ്തകവുമാണ്. അതിനു മുമ്പ് 7 ചെറുകഥാ സമാഹാരങ്ങൾ, 3 ഓർമ്മക്കുറിപ്പുകൾ, ഒരു കുട്ടികളുടെ പുസ്തകം, ജാനകി ഉണ്ടാക്കിയ കഥകൾ എന്ന കുട്ടികളുടെ പുസ്തകം. അതിനുശേഷമുള്ള നോവലാണ് മരണവംശം. ശരിക്കും ഞാൻ ഇത് എൻ്റെ ആദ്യത്തെ നോവലായിട്ട് പ്ലാൻ ചെയ്ത ഒരു നോവലായിരുന്നില്ല. എൻ്റെ 2ാമത്തെയോ 3ാമത്തെ നോവലായിട്ടാണ് ഞാനിത് എഴുതാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ നിയമസഭാ സമ്മേളനം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ നോവലിൻ്റെ പ്രമേയം ഇവിടെ പറയാം, എഴുതാൻ വിചാരിച്ച നോവലിൻ്റെ പ്രമേയം ഇവിടെ പറയാമെന്ന് വിചാരിക്കുന്നു. അത് എൻ്റെ നാട്ടിൽ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കല്ലളൻ വൈദ്യർ എന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയായിരുന്നു ആദ്യത്തെ നോവലായിട്ട് ഞാൻ എഴുതാൻ പ്ലാൻ ചെയ്തിരുന്നത്. അത് എൻ്റെ വീട് കാസർഗോഡാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്നുള്ള ദ്വയാംഗ മണ്ഡലത്തിൽ നിന്നാണ് കല്ലളൻ വൈദ്യർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത്. അത് EMSനൊപ്പം ആണ് അദ്ദേഹം മത്സരിച്ചത്. EMS കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആവുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടാണ് എന്നുള്ള അഭിമാനം ഞങ്ങൾ കാഞ്ഞങ്ങാടുകാർക്കുണ്ട്. അപ്പോൾ അന്ന് കല്ലളം വൈദ്യരും എൻ്റെ വീട് കണ്ണിച്ചിറപ്പാലം, മടിക്കയിലെ കണ്ണിച്ചിറപ്പാലം, കണ്ണിച്ചിറ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലം കഴിഞ്ഞിട്ടൊരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞിട്ട് കൊട്ടപ്പുറത്താണ് ഈ കല്ലളം വൈദ്യരുടെ വീട്. അദ്ദേഹം ഭയങ്കര ഒരു വൈദ്യനായിരുന്നു. പാമ്പ് കടിയിട്ട് കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന എല്ലാതരം വലിയ രോഗങ്ങൾക്കും പച്ചില മരുന്നുകൾ ഉള്ള ഒരു വൈദ്യരായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ EMSനൊപ്പം സംവരണ അടിസ്ഥാനത്തിലാണ് കല്ലളം വൈദ്യർ മത്സരിക്കുന്നത്. അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് EMSനേക്കാളും ഈ കല്ലളം വൈദ്യർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2 പേർ വിജയിച്ച സമയത്ത് EMSന് ഭൂരിപക്ഷം കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി സർവ്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർവ്വ ജാതി സംഘടനകളും സർവ്വ മതസംഘടനകളൊക്കെ ഒന്നിച്ച് നിന്നിരുന്നു. അതുകൊണ്ടായിരിക്കും ആ ഭൂരിപക്ഷം കുറഞ്ഞത്. എന്നിരുന്നാലും കല്ലളം വൈദ്യർക്കായിരുന്നു ഭൂരിപക്ഷം. പിന്നീട് അദ്ദേഹം മടിക്കൈ എന്ന് പറയുന്ന എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റായിരുന്നു. മറ്റ് പല പഞ്ചായത്ത് അധികാര വ്യവസ്ഥയിലൊക്കെ നിന്നിരുന്ന ആളാണ്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു വാർഷിക രാഷ്ട്രീയ പരിപാടിയോ അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന തരത്തിലുള്ള മറ്റ് സ്മാരകങ്ങളോ അല്ലെങ്കിൽ മറ്റ് പഠന കേന്ദ്രങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിൽ എവിടെയും സ്ഥാപിച്ചിട്ടില്ല എന്ന് ഞാൻ ഭയങ്കര സങ്കടപൂർവ്വം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെന്താണ് കാരണം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായുള്ള കാര്യം അത് അദ്ദേഹത്തിൻ്റെ ജാതിയാണ്. അദ്ദേഹം ദളിതനായി ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചിട്ട്
EMSനൊപ്പം വിജയിച്ചിട്ട് ചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു മനുഷ്യൻ, ചരിത്രത്തിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു മനുഷ്യൻ ഓർമ്മയിൽ ഒന്നുമില്ലാതെ വിസ്മൃതിയിൽ ആണ്ടുപോകുന്നതിന് കാരണം അദ്ദേഹം ദളിതനായതുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് അതിന് വേറൊരു പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് അല്ലേ? ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു KR നാരായണൻ. പക്ഷേ മറ്റ് ഇന്ത്യയുടെ പ്രസിഡന്റുമാർക്ക് കൊടുക്കുന്ന എന്ത് ആദരവാണ് KR നാരായണൻ മരിച്ച ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് കൂടി ആലോചിച്ചാൽ മതിയാവും. ബാക്കി ഇപ്പോൾ APJ അബ്ദുൽ കലാം മരണ ദിവസം വരുമ്പോൾ പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പക്ഷേ KR നാരായണൻ മരിച്ചത് അല്ലെങ്കിൽ KR നാരായണൻ ജനിച്ചത് ഒന്നും നമ്മൾ ഓർമ്മിക്കാതെയും KR നാരായണൻ്റെ പ്രവർത്തനങ്ങളൊന്നും വിലയിരുത്താത്ത ഒരു തലമുറയായിട്ട് നമ്മുടെ നാട് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം KR നാരായണൻ ഒരു ദളിതനായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് ദളിതർ അധികാരത്തിൻ്റെ ഒരു മേൽത്തട്ടിൽ വരുന്നത് മുഖ്യധാര സവർണ ബോധമുള്ള മനുഷ്യർക്ക് ഒട്ടുമേ താല്പര്യമില്ല, മുഖ്യധാര സവർണ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒട്ടുമേ താല്പര്യമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് കല്ലളം വൈദ്യരുടെ നോവൽ ഞാൻ എഴുതാൻ വിചാരിച്ചത്. പക്ഷേ ആ നോവലിന് വേണ്ടി ഞാൻ കുറേ റിസർച്ചൊക്കെ ചെയ്ത് കല്ലളം വൈദ്യരുടെ മക്കളുടെ വീട്ടിലൊക്കെ പോയി അവരുടെ കഥകളൊക്കെ ഭയങ്കര രസമുള്ള കഥയാണ്. ഭയങ്കര ഒരു വേറെ തരത്തിലുള്ള ഒരു ഒരു മാജിക്കൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അത് അതിൻ്റെ ഒരു റിസർച്ച് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നീ ആദ്യം ഇത് എഴുതിയിട്ട് അത് എഴുതിയാൽ മതി എന്ന് എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കാൻ തുടങ്ങിയത്. അതിന് വേറൊരു കാരണമുണ്ട്. ഇതിലത്തെ മരണവംശം വായിച്ചവർക്ക് അറിയാം. അതിൽ ഭാസ്കരൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഒരു ദിവസം ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സുഹൃത്തും കൂടി കാണാൻ പോയ സമയത്ത് ആ നോവലിൽ ഒരു കഥാപാത്രം മറ്റൊരു എതിരാളിയാൽ മാരകമായി ആക്രമിക്കപ്പെട്ട് ജീവിതത്തിനും മരണത്തിൻ്റെ നൂൽപ്പാലത്തിലൂടെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഞാൻ മരിച്ചാലും വേണ്ടില്ല, ഈ വിരൽ എനിക്ക് അനങ്ങണം, ഈ വിരൽ എനിക്ക് തിരിച്ചു തരണം, ഈ വിരൽ അനങ്ങണം, എന്നിട്ട് എനിക്ക് ഓനെ തീർക്കണം, ഓനാന്ന് വെച്ചാൽ അവനെ തീർക്കണം, എന്നാലേ എനിക്ക് ചത്താലും സമാധാനം കിട്ടുമെന്ന് പറയുന്ന ഡയലോഗ് എന്ന തരത്തിലുള്ള ഒരു ഡയലോഗ് ഈ ജീവിച്ചിരുന്ന കഥാപാത്രം പറയുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം ആ നാട്ടിൽ ഈ സംഭാഷണം ഭയങ്കര പ്രശസ്തമായി ആളുകൾ പറഞ്ഞു നടന്ന സംഭാഷണമാണ്. അദ്ദേഹം ആ മരണക്കിടക്കയിൽ നിന്ന് തിരിച്ചു വരികയും തിരിച്ചു വന്ന് 6 മാസത്തിനുള്ളിൽ ഈ വിരൽ കൊണ്ട് ഒരു വലിയ കാഞ്ചി തോക്കും കൊണ്ടുപോയി ഈ ആരാണോ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് പുള്ളിയുടെ വിരലായിരുന്നു. പുള്ളിയുടെ കഥ പറയുന്ന സമയത്ത് ഈ വിരൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കരക്കിട്ട മീൻ പോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതായിരിക്കണം എൻ്റെ ആദ്യ നോവല്. അങ്ങനെയാണ് മരണവംശം ഞാൻ കല്ലളം വൈദ്യരുടെ കഥയ്ക്ക് മുമ്പേ എഴുതാൻ തുടങ്ങിയത്. അത് ഞാൻ എഴുതാൻ തുടങ്ങിയത് ഒരു 6 വർഷം മുമ്പാണ്. പക്ഷേ അത് വന്നത് 2024 അതിൻ്റെ ഒരു യാത്രയ്ക്ക് ഒരു 10-20 വർഷത്തെ ഒരു പഴക്കമുണ്ട്, 10 വർഷത്തെ ഒരു കാല പരിസരമുണ്ട്. അത് എൻ്റെ ആ കഥ അതിലേക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അത് വരുന്ന ഒരു പരിസരം പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ പ്രീ ഡിഗ്രിക്ക് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ കഥയുടെ ഈ വിത്ത്, നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ നമ്മളെ മനസ്സിൻ്റെ കണ്ടത്തിലേക്ക് ഈ കഥയുടെ വിത്ത് ഇങ്ങനെ വിതക്കപ്പെടുന്നത്. അത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ പുരോഗമന കലാസാഹിത്യ സംഘം നടത്തിയ ഒരു ഉപന്യാസ രചനാ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അന്ന് ഭയങ്കര മെലിഞ്ഞ് നീളം കുറഞ്ഞ ഒരു പയ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഏട്ടനെയും കൂട്ടിയിട്ട് സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് കുണ്ടംകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നു. അവിടെ പോയിട്ട് ഇവരുടെ ഈ പുരോഗമന കലാസാഹിത്യ സംഘ പഴയ നേതാക്കളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ മതേതരത്വവും ജനാധിപത്യവുമായിരുന്നു ഈ പ്രസംഗത്തിൻ്റെ ഒരു സെമിനാറിൻ്റെ വിഷയം. അതുകൊണ്ട് ഇവർ ഈ മതേതരത്വം എന്ന് കേട്ട് കഴിഞ്ഞാൽ കുറേ നേരം പ്രസംഗിക്കും. അപ്പോൾ ഇവർ പിന്നെ ഉദ്ഘാടകനും വന്നിരിക്കുന്ന മറ്റുള്ളവരും പ്രസംഗിച്ച് അവസാനം ഇരുട്ടായി, ഈ പരിപാടി തീരുമ്പോഴേക്ക് ഇരുട്ടായി. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമ്മാനം തന്നിട്ടുള്ളൂ. സമ്മാനം വാങ്ങി തിരിച്ചു പോകാൻ നമുക്ക് ബസ്സൊന്നുമില്ല. ബസ്സില്ലാതെ ഞാനും ഏട്ടനും കൂടി ഈ കുണ്ടംകുഴിയിലെ ഇരുട്ടത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന സുരേഷ് എന്ന് പറയുന്ന പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഇവിടെ വെച്ചാൽ ഇവിടെ നിൽക്കാം, പിന്നെ നാളെ പോയപ്പോൾ നാളെ രാവിലെ ബസ് ഉണ്ട്, അതിന് പൽച്ചക്ക് പോയപ്പോൾ എന്ന് വെച്ചിട്ട്. അപ്പോൾ സുരേഷ് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ 2-3 ആളും കൂടിയിട്ട് ഈ പരിപാടി നടന്നതിന് തൊട്ടടുത്ത് ഒരു UP സ്കൂളുണ്ട്.
ആ യു പി സ്കൂളിൽ ഒരു 4 ബെഞ്ച് നിരക്കനിട്ടിട്ട് നമ്മൾ മലന്ന് കിടക്കുന്നു. കിടക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ പൊതുവിദ്യാഭ്യാസം അത്ര കണ്ട് പുരോഗതി വരാത്ത ഒരു കാലമാണെന്ന്. അപ്പോൾ മുകളിൽ മേൽക്കൂരയൊന്നുമില്ല, ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓടിൻ്റെ ഈ വിടവിലൂടെ ഈ നിലാവെളിച്ചം, പൂർണ്ണചന്ദ്രൻ്റെ നിലാവെളിച്ചം നമ്മളുടെ മുഖത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിറകിലൊരു വലിയ കുന്നാണ്. ആ കുന്നിൽ മൊത്തം മുളിപ്പുല്ലുകളാണ്. മുളിപ്പുല്ലുകൾ എന്ന് വെച്ചാൽ ഒരു വെളുത്ത നീളം കൂടിയ പുല്ലുകളാണ്. കാസർഗോഡ് മാത്രമേ അതില്ലൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മുളിപ്പുല്ലുകൾ ഈ തെയ്യത്തിൻ്റെ മുടി പോലെ ഇങ്ങനെ കാറ്റത്ത് ഇളകി ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മുളിപ്പുല്ലുകളുടെ ശബ്ദത്തിൻ്റെ ഒരു സൗന്ദര്യത്തിലും ഈ നിലാവെട്ടത്തിൻ്റെ വേറൊരു സൗന്ദര്യത്തിൽ ഇങ്ങനെ മതിമറന്ന് നമ്മളെ ഈ പി കുഞ്ഞിരാമൻ നായരൊക്കെ നിലാവ് കുടിച്ച് ഫിറ്റാവുക എന്നെല്ലാം പറയുന്ന വരി എഴുതിയ പി കുഞ്ഞിരാമൻ നായരുടെ നാട്ടുകാരനായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭ്രാന്ത് എനിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇവനിങ്ങനെ ഈ ഭ്രാന്ത് പിടിച്ചിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നോവലിലെ ഒരു സംഭവം, ഈ വിരലിൻ്റെ സംഭവം അവൻ എന്നോട് പറയുന്നത്. അവിടെയാണ് ആ നോവലിൻ്റെ വിത്ത്. അങ്ങനെയാണ് എഴുത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ എഴുത്തുകാരായിട്ടുള്ള അഭിജിത്ത് ഉണ്ട്, പിന്നെ ലാജ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കറിയാം എഴുത്ത് എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കേണ്ട ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ഒരു കഥ വരുന്നു, ആ കഥ വന്ന് അപ്പം തന്നെ നമ്മൾ എഴുതുകയും ചെയ്യില്ല എഴുത്തുകാരൻ. അത് വന്ന് അതിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ വളരാനുള്ളൊരു സമയമുണ്ട്. ഇങ്ങനെ വളർന്ന് നമ്മൾ ചെടി വളർന്ന് പൂവും കായും ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഒരു കഥയും നോവലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കഥയുടെ വിത്ത് എൻ്റെ കയ്യിൽ വരുന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ PG കഴിഞ്ഞ് MCA കഴിഞ്ഞ് കോഴിക്കോട് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കോഴിക്കോട് ലോഡ്ജിൽ താമസിക്കുമ്പോൾ ഈ സുരേഷ് എൻ്റെ കൂടെ സഹമുറിയനായിട്ട് താമസിക്കുന്നു. അന്ന് പിന്നെ ഭയങ്കര അരക്ഷിതമാർന്ന കാലമാണ്. സാമ്പത്തിക ഞെരുക്കം, പ്രണയ നൈരാശ്യം, പ്രണയിച്ച പെണ്ണുങ്ങൾ പെട്ടെന്ന് നമ്മളെ ഈ കോലോലം കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നു. അത് അവരെ കുറ്റമല്ല, എൻ്റെ കുറ്റം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി നിരാശ്രയമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് രാത്രികളിൽ, ഈ അർദ്ധരാത്രികളിൽ ഓനും അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ലൈക്കലി ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ രാത്രികളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പഴയ സംഭവം അവൻ കൂടെ പറയും. പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലും അറിയാതെ പോകുന്നു. കാരണം പല സുഹൃത്തുക്കളും ആ നാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ് ഈ സുഹൃത്തുക്കളിൽ പലരുടെയും ബന്ധുക്കൾ ഈ സംഭവത്തിലെ ഇരകളും വേട്ടക്കാരുമാണ്. ചിലർ അറസ്റ്റിലായിട്ടുണ്ട്, ചിലരുടെ ജീവിതം തന്നെ ഈ സംഭവത്തെ തുടർന്ന് കുട്ടിച്ചോറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കുറേ കാലത്തെ ആ സ്ഥലത്തേക്കുള്ള യാത്രയിൽ നിന്നാണ് മരണവംശത്തിൻ്റെ ഒരു സ്ട്രക്ചർ എൻ്റെ മനസ്സിലുണ്ടാവുകയും 7 വർഷം മുമ്പ് ഞാനത് എഴുതി തുടങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് മരണവംശം എന്ന് പറയുന്ന നോവൽ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ എല്ലാ കൃതികളും, നല്ല കൃതികളുടെ ഒരു പൊതു പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ നല്ല കൃതി എന്നുള്ള ഞാൻ പറഞ്ഞ എല്ലാ നല്ല കൃതികളും ഉണ്ടാകുന്നത് സങ്കടങ്ങളിൽ നിന്നാണ്, ദുഃഖങ്ങളിൽ നിന്നാണ് എല്ലാ നല്ല കൃതികളും ഉണ്ടാകുന്നത്. ഇപ്പോൾ മഹാഭാരതമായാലും രാമായണമായാലും പിന്നെ റൂൾഫോയുടെ പെഡ്രോ പരമയായാലും അല്ലെങ്കിൽ ദസ്തോവേസ്കിയുടെ കുറ്റവും ശിക്ഷയായാലും ഖസാക്കിൻ്റെ ഇതിഹാസമായാലും മയ്യേഴ് പുഴയുടെ തീരങ്ങളിലായാലും എല്ലാ നോവലുകളും സുഭാഷ് ഏട്ടൻ്റെ മനുഷ്യൻ്റെ ആമുഖം എന്ന നോവലായാലും എല്ലാ നോവലുകളും നല്ലതാവുന്നത് ദുഃഖത്തിൽ എഴുതുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദുഃഖത്തിൽ നിന്നാണ് നല്ല കൃതികൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ജ്ഞാനപ്പാന എന്ന് പറയുന്ന കൃതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരം എന്നേതും അറിഞ്ഞില്ല എന്ന വിഖ്യാതമായ വരികളുള്ള മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന വളരെ ഗംഭീരമായിട്ടുള്ള വരികളുള്ള ജ്ഞാനപ്പാന പൂന്താനം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണത്തിൽ നിന്നുള്ള ദുഃഖം മറക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പൂന്താനത്തിൻ്റെ മകൻ ഉണ്ടായിക്കഴിഞ്ഞ് 28 കുളിക്കൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിൻ്റെ ദിവസം കുറേ ആളുകൾ വരുന്നു. അപ്പോൾ ഈ കുട്ടി തുണിത്തൊട്ടിൽ ഉറങ്ങുകയായിരുന്നു. തുണിത്തൊട്ടിൽ ഉറങ്ങുന്ന സമയത്ത് അവിടെ വന്ന ആളുകളുടെ അന്ന് വേഷ്ടിയൊക്കെ കൊണ്ടാണല്ലോ വരിക. അപ്പോൾ അവരൊക്കെ ഈ കുട്ടി അവിടെ ഉണ്ടെന്ന് അറിയാതെ ഈ തുണിത്തൊട്ടിൽ ഈ തുണികളിടും. അപ്പോൾ ഈ കുട്ടി തുണികൾക്കിടയിൽ ശ്വാസം മുട്ടി മരിച്ചുപോയി. അതോടുകൂടി പുള്ളി ഈ പൂന്താനം ആകെ തകർന്ന് തരിപ്പണമാവുകയും അങ്ങനെ ആ തകർന്ന് മരണത്തോളം അടുക്കുന്ന കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമാണ്. ഇപ്പോൾ ഗാസയിലെ കുട്ടികളുടെ മരണമാണ് നമ്മളേറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് കരയിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ കുട്ടികളുടെയും മരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടകരമാണ്. അതുകൊണ്ടാണ് ഗാസ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സംഭവമായിട്ട്, ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പൂന്താനം ഈ കുട്ടി മരിച്ചതിൽ നിന്നുള്ള എങ്ങനെയെങ്കിലും ജീവിതത്തെ തിരിച്ചു പിടിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഉണ്ണികൾ എന്തിനു വേറെ എന്ന് ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജ്ഞാനപ്പാന എഴുതുന്നത്. അത് ദുഃഖത്തിൽ നിന്നുണ്ടാവുന്ന ഒരു രചനയായിരുന്നു ജ്ഞാനപ്പാന. ആ ദുഃഖത്തിൽ നിന്നുണ്ടായ രചനയായതുകൊണ്ട് അതിപ്പോഴും നമ്മൾ പാടി നടക്കുന്നു. നമ്മൾക്കിപ്പോഴും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്
മത്സരിക്കുന്നത് എന്തിന് നാം വെറുതാം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കനമുള്ള കൃതികളുടെ ഒരു ഗുണം. അത് നിങ്ങൾ വളരെ സത്യസന്ധമായും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും ഒരു കഥ നോവൽ എഴുതിയാൽ അത് അവിടെ നിൽക്കും. അത് നമ്മൾ അത്രമേൽ നമ്മളെ ബലി കഴിക്കുമ്പോൾ, ഒരെഴുത്തിലേക്ക് നമ്മൾ അത്രമേൽ നമ്മളെ ബലി കഴിക്കുമ്പോൾ ആ ബലിയുടെ ഫലം, എഴുത്ത് എന്ന് പറയുന്നത് ഒരു സ്വയം ബലിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ മരണവംശം എഴുതുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്ത പ്രശ്നമില്ല. ആ കാലത്ത് മൊത്തം എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ, മറ്റ് ഭ്രാന്തുകൾ. ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ ഈ നോവൽ പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുത്ത് നിർത്തി. ഇനി എൻ്റെ പട്ടി എഴുതുമെന്ന് വിചാരിച്ച് ഞാൻ സ്വയം വലിച്ചെറിഞ്ഞ നോവലായത്. ആ നോവൽ വലിച്ചെറിഞ്ഞ് കുറച്ചു നേരം സമാധാനമായിട്ടും ഈ കഥാപാത്രങ്ങൾ വിടില്ല. ഈ നോവൽ വായിച്ചവർക്കറിയാം, ആ പാവങ്ങളായിട്ടുള്ള കുറേ മനുഷ്യരാണത്. എല്ലാവരും പാവങ്ങളാണ്. ആരെങ്കിലും നോവൽ വായിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ പിന്നെയും ഈ കഥാപാത്രങ്ങൾ എഴുതൂ എന്ന് എന്നെ നിർബന്ധിക്കുകയും അങ്ങനെ ഞാൻ വീണ്ടും എഴുതിയൊരു നോവലാണ്. എഴുതി കഴിഞ്ഞിട്ട് എത്രയോ കാലം എനിക്ക് ഉറക്കമില്ല. ഞാൻ രാത്രികാലങ്ങളിൽ ഈ കഥയെയും ഈ കഥയിലെ പരിസരത്തെയും ഈ കഥാപാത്രങ്ങളെക്കുറിച്ചും അവരുടെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഉറക്കം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എഴുത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബലിയായിട്ടാണ് എനിക്ക് പലപ്പോഴും പല രചനാവേളകളിലും തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ സ്വയം ബലി കഴിക്കുമ്പോഴെന്നുകൊണ്ടാണ് എഴുത്തുകാരൻ എന്ന് പറയുന്നത് എപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു നല്ല എഴുത്തുകാരനെ മൊത്തം ജീവിതത്തിൽ പ്രശ്നമായിരിക്കും. എനിക്കൊരു മനസ്സിലായത്, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം കിട്ടില്ല. നമ്മളെപ്പോഴും സ്വൈര്യക്കേടാന്ന് പറയും. നമ്മൾ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ സ്വൈര്യക്കേട് കൊണ്ട് വട്ടം ചുറ്റി കറങ്ങുന്ന ജീവിതമായിരിക്കും ഒരു എഴുത്തുകാരൻ്റെ. കാരണം നമ്മൾ പുറത്ത് ഇപ്പോൾ എൻ്റെ ഷർട്ട് ഇപ്പോൾ കാണാൻ നല്ല ഷർട്ടല്ലേ അല്ലേ, നമ്മളിങ്ങനെ ഇടുമ്പോൾ മഞ്ഞ പാൻ്റൊക്കെ ഇടുമ്പോൾ നല്ല സുഖമുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നും. പക്ഷേ ഉള്ളിൽ മൊത്തം വേവലാതിയാണ്. ആ വേവലാതിയും അരക്ഷിതാവസ്ഥയുമാണ് ഒരു എഴുത്തുകാരൻ്റെ മൂലധനം. അത് അവൻ്റെ വിധിയാണ്. അത് ഒരു കുരിശിലകപ്പെട്ട ക്രിസ്തുവിനെ പോലെ എഴുത്തിനാൽ ക്രൂശിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് എഴുത്തുകാരൻ എന്നാണ് എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിന് തോന്നിയത്. അപ്പം അങ്ങനെയാണ് മരണവംശം സംഭവിക്കുന്നത്. ദുഃഖമാണ് മരണവംശത്തിൻ്റെ ആധാരശില. അപ്പോൾ മരണവംശം എഴുതുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ, ഇതിന് എൻ്റെ റെഫറൻസ് എനിക്ക് അങ്ങനെ തുറന്നു പറയുന്നതിനൊരു ഒരു ഇത് തോന്നില്ല. അതിൻ്റെ റെഫറൻസ് മഹാഭാരതമായിരുന്നു. മഹാഭാരതത്തിൻ്റെ വാലിന് കെട്ടണമെന്ന് ഈ നോവലില്ല, പക്ഷേ മഹാഭാരതമായിരുന്നു റെഫറൻസ്. മഹാഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കഥ, ഒരു ലീനിയർ കഥയുണ്ട്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം, കൗരവർ പരാജയപ്പെടുന്നു, പാണ്ഡവർ വിജയിക്കുന്നു. പക്ഷേ അതിന് ഉപകഥകൾ ഒരുപാട് ഉപകഥകളുള്ള ഒരു ഇതിഹാസമാണ് ജയം എന്നുള്ള പേരുള്ള മഹാഭാരതം അല്ലേ. അത് എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ എന്ത് പുസ്തകം വായിച്ചിട്ടില്ലെങ്കിലും മഹാഭാരതം വായിക്കണമെന്ന് ഞാൻ പറയും. കാരണം അതിലില്ലാത്തതായി ഒന്നുമില്ല എന്നെനിക്ക് പല വായനകളിലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഹാഭാരതത്തിൻ്റെ ക്രാഫ്റ്റാണ് ഇതിൽ മരണവംശത്തിൽ പിടിച്ചിട്ടുള്ളത്. ഇതിലൊരു ലീനിയർ കഥയുണ്ട്. ജാനകിയും കുഞ്ഞന്മാരും തമ്മിലുള്ള പക, ജാനകിക്ക് കുഞ്ഞന്മാറിനുള്ള പക, അതാണ് അതിൻ്റെ ഒരു നേരെ ലീനിയർ സ്റ്റോറി. പക്ഷേ അതിൻ്റെ ഉപകഥകൾ കുറേ ഉണ്ട്. അതെന്തുകൊണ്ട് ഞാൻ ചെയ്തു വെച്ചാൽ, എനിക്ക് അതിന് അധികം ആയുസില്ല എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. 40 വയസ്സായി. എനിക്ക് കൂടിപ്പോയാൽ 10 വയസ്സ് വരെ ഉണ്ടാവും ആരോഗ്യം. പിന്നെ ഷുഗർ വരും, കൊളസ്ട്രോൾ വരും, പ്രഷർ വരും, സ്ട്രോക്ക് വരും, ക്യാൻസർ വരും, അങ്ങനെ എന്തെല്ലാം അസുഖം വന്ന് ചാവും. അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെ. ശോകമാണ് ജീവിതം. നേരത്തെ പറഞ്ഞ പോലെ ജീവിതം എന്ന് പറയുന്നത് അത്ര സന്തോഷകരമായിട്ടുള്ള ഒന്നൊന്നുമല്ല. ശോകമാണ് ലോകം എന്ന് ഞാൻ 40-ാം വയസ്സിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ എൻ്റെ മനസ്സിലുള്ള കഥകളൊക്കെ എനിക്ക് പുറത്ത് എഴുതി വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മരണവംശം എന്ന നോവൽ എഴുതുകയും ഇവിടേക്ക് ഞാൻ ഒരുപാട് കഥകൾ ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. അത് പലതും എൻ്റെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള കഥകളാണ്. അതിലിപ്പോൾ ഒരു മരണവംശത്തിൽ രവി എന്ന് പറയുന്ന കഥാപാത്രം കൊല്ലപ്പെട്ട സമയത്ത് രവിയുടെ അമ്മ അടക്കം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെൻ്റെ നാട്ടിലുണ്ടായൊരു സംഭവം. അതായത് എൻ്റെ നാട്ടിൽ ഒരു കുഞ്ഞിപ്പെണ്ണേട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ 6 കുട്ടികൾ പ്രസവിച്ചിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ അമ്മിഞ്ഞ കുടിക്കുന്ന സമയത്ത്, ഒരു 2-3 മാസം അമ്മിഞ്ഞ കുടിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിപ്പെണ്ണേട്ടിയോട് ചിരിച്ചുകൊണ്ടിരിക്കും. അമ്മിഞ്ഞ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ച് അവസാനം പെട്ടെന്ന് ആ കുട്ടിയുടെ ശ്വാസം പോകും. 1ാമത്തെ കുട്ടി മരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കുട്ടിയും ഇതേപോലെ ഒരു 6 മാസം ആകുമ്പോൾ ഈ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിപ്പെണ്ണേട്ടിയെ നോക്കിയിട്ട് വളരെ സന്തോഷത്തോടെ, അത്രമേൽ ആഴത്തിലുള്ള സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കുഞ്ഞിപ്പെണ്ണേറ്റിയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും അടുത്ത നിമിഷം മരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ ഭയങ്കര തകർന്നു പോയി. ആ തകർച്ചയിൽ ഒരു മുക്തി നേടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അവർ ആദ്യത്തെ കുട്ടി മരിച്ച സമയത്ത് ആ കുട്ടി അടക്കിയ സ്ഥലത്ത് ഒരു അരളിച്ചെടി നട്ടു. അരളിച്ചെടിയിൽ നിന്ന് നല്ല പൂക്കളുണ്ടായി.
രണ്ടാമത്തെ കുട്ടി മരിച്ചപ്പോൾ അവർ ഒരു ചെമ്പകം നട്ടു. മൂന്നാമത്തെ കുട്ടി മരിച്ചപ്പോൾ നന്ദ്യാർ വട്ടം എന്ന് പറയുന്ന ചെടി നട്ടു. പിന്നെ ഒരു 4 കുട്ടികൾക്ക് ശേഷം അവർക്ക് കുട്ടികളുണ്ടായി. അവരിപ്പോൾ വലിയ ആൾക്കാരായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു പെണ്ണായിട്ട് എന്നോട് പറഞ്ഞു വെച്ചാൽ ആ പൂക്കളാണ് എൻ്റെ മക്കൾ, അതിൽ നിന്ന് വരുന്ന പൂക്കൾ, ആ ചെടികളാണ് എൻ്റെ മക്കൾ, അതിൽ നിന്ന് വരുന്ന പൂക്കളാണ് അവരുടെ ചിരികൾ എന്ന് കുഞ്ഞു പെണ്ണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ രവിയുടെ അമ്മയിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേപോലെ ഈ പുസ്തകം വായിച്ചിട്ട് മനുഷ്യന്മാർ നന്നാവില്ല എന്നുള്ള വിവാദമായൊരു പ്രസ്താവന, സത്യസന്ധമായിട്ടുള്ളൊരു പ്രസ്താവന ഞാൻ കഴിഞ്ഞ വർഷം നടത്തുകയുണ്ടായി. അതിന് ഉപോത്പലകമായിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ എൻ്റെ വില്ലമ്മ പറഞ്ഞ ഒരു കഥയുണ്ട്. എൻ്റെ വില്ലമ്മയുടെ ജാനകി എന്നാണ് പേര്. അപ്പോൾ ആ കഥ ഇതിൽ മരണവംശത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ വില്ലമ്മയുടെ ഒരു യൗവനകാലത്ത് വില്ലമ്മയുടെ നമ്മളെ വീട്ടിനപ്പുറത്തൊരു കിഴക്കയിലുണ്ട്. അപ്പോൾ അവിടെ ഒരു വാഴുന്നോറുണ്ടായിരുന്നു. ഈ വാഴുന്നോറ് വായിക്കാത്ത വേദങ്ങളില്ല, രാമായണം, മഹാഭാരതം, ഇതിഹാസങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരു മനുഷ്യനാണ് ഈ വാഴുന്നോർ. അപ്പോൾ ഏത് രാത്രിക്കും പിന്നെ വാഴുന്നോറെ എന്താണ് ഈ ശ്ലോകം, ഇത് ഏത് വേദത്തിലെ സാമവേദമാണോ, ഋഗ്വേദമാണോ, യജുർവേദമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയുന്ന ആളാണ് ഈ മനുഷ്യൻ. പക്ഷേ ഇയാൾ പ്രശ്നം എന്താ പറയുക, ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വടി എടുത്തിട്ടാണ് പുറത്തിറങ്ങുക. ഇയാൾക്ക് പെണ്ണുങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇയാൾ വടി എടുത്തിട്ട് ഇവരെ തല്ലാൻ പറയും. അപ്പോൾ ഈ പാവങ്ങളായിട്ടുള്ള അന്ന് ഈ അയിത്തം, ജന്മിത്വം, മറ്റേ നാടുവഴിത്വം എല്ലാം ഭയങ്കര വൃത്തികെട്ട പരിപാടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ. തിരുവനന്തപുരത്തൊക്കെ എപ്പോഴും രാജഭരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഈ ഭയങ്കരമായിട്ടുള്ള ജന്മിത്വവും അയിത്തവും ഉള്ള ഒരു സ്പേസിൽ ഈ വില്ലമ്മയിൽ എന്തെങ്കിലും ഈ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് നടും പുറത്ത് ഈ വടി കൊണ്ട് തല്ലും. അപ്പോൾ ഇയാളെ കാണുമ്പോൾ ഈ പിന്നെ നമ്മളെ നാട്ടിലെ സ്ത്രീകളിൽ എവിടെയെങ്കിലും കുറ്റിക്കാട്ടിലോ അല്ലെങ്കിൽ കൂവലോ, നമ്മൾ വെള്ളമെല്ലാം എടുക്കുന്ന കൂവലോ ഒളിക്കുന്ന ഒരു കഥ വില്ലമ്മ പറഞ്ഞിട്ടുണ്ട്. ആ വില്ലമ്മ പറഞ്ഞു അയാൾ മറ്റേ മോൻ വെള്ളം കിട്ടാതെ ചാവും എന്ന് പറഞ്ഞു. അതേപോലെയാണ് മരിച്ചത്, വെള്ളം കിട്ടാതെയാണ് പുള്ളി മരിച്ചത്. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത്രയും പഠിപ്പും വിവരം ഉണ്ടായിട്ടും ഇത്രയും ഇതിഹാസങ്ങൾ വായിച്ചിട്ടും എന്ത് കാര്യമാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, പിന്നെ ഞാൻ പരിചയപ്പെട്ട കുറേ വായനക്കാരായിട്ടുള്ള ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളെ, അവർ കാഫ്കയെ വായിക്കുന്നു, ദെറീദയെ വായിക്കുന്നു, സ്ട്രക്ചറിസം എന്താണെന്ന് പറയുന്നു. പക്ഷേ അവർ ഒന്ന് പറഞ്ഞാൽ 2 പറഞ്ഞതിനപ്പുറം ജാതി പറയാൻ തുടങ്ങും. തിരുവിതാംകൂർ നായന്മാരെ പോലെ നായന്മാർ വേറെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ മേനോനാണ്, ഈ മേനോൻ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. അപ്പം ഞാൻ പോയിച്ചു ഇവരൊക്കെ എന്ത് പുസ്തകം വായിച്ചിട്ട് എന്ത് കാര്യം എന്ന് വിചാരിക്കും. അപ്പോൾ ഈ പുസ്തകം വായിച്ചുകൊണ്ട് കാര്യമില്ല അല്ല, അതിനൊരു നമ്മളുടെ ഉള്ളിലൊരു എത്തിക്സും നമ്മളുള്ള ഒരു മാനവിക ബോധവും ഒക്കെയാണ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് കുറച്ചും കൂടെ നമ്മളെ കൂട്ടും. അതുകൊണ്ട് പുസ്തകം വായിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാവും എന്നുള്ള നമ്മളെ പൊതു വായനയെക്കുറിച്ചിട്ട് ഇവിടെ സാംസ്കാരിക നായകന്മാർ പറയുന്ന അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ലാത്തത് എൻ്റെ അനുഭവത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഈ നന്മയെക്കുറിച്ച് പറയുന്ന എഴുത്തുകാർ നല്ലവരൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഇപ്പം ഞാൻ അടക്കുന്ന എഴുത്തുകാർ നിങ്ങൾ പലരുടെയും വിചാരമുണ്ട് ഇവരൊക്കെ ഭയങ്കര സംഭവമാണ്. അങ്ങനെയൊന്നുമില്ല, അതും വളരെ തെറ്റിദ്ധാരണ മാത്രമാണ്. വായനക്കാരെ പോലെ തന്നെ പുസ്തകം വായിച്ചതുകൊണ്ട് മനുഷ്യൻ നന്നാവാത്തത് പോലെ തന്നെ പുസ്തകം എഴുതിയത് കൊണ്ടും എഴുത്തുകാർ നന്നാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള കഥകളാണ് ഇതിൽ കടന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മരണവംശം സംഭവിക്കുന്നത്, അതിൻ്റെ പിറകിലുള്ള കഥ. അപ്പോൾ മരണവംശം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ആദ്യം ഇതിന് 620 പേജായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയായിട്ടുള്ള മനീഷ നാരായണനാണ് ഇതിൻ്റെ എഡിറ്റർ. അവളാണ് ഇത് എഡിറ്റ് ചെയ്തിട്ട് 410 പേജാക്കി ചുരുക്കിയത്. അതിന് ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പേര് ചാരായം എന്ന അർത്ഥത്തിലുള്ള റാക്ക് എന്നായിരുന്നു ആദ്യം പേരിട്ടിരുന്നത്. അതിൻ്റെ പേര് ഞാൻ ഈ പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തിന് അത് യോജിക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ അതിൻ്റെ പേര് മാറ്റാൻ തീരുമാനിച്ച് പല പേരുകളും ആലോചിക്കുകയും, പക്ഷേ ഒരു പേരും കിട്ടാതെ വന്നപ്പോൾ എൻ്റെ മോളാണ് എനിക്ക് മരണവംശം എന്ന പേര് ഇട്ട് തന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാനും ഭാര്യയും കൂടി ഇങ്ങനെ ഇതിനെക്കുറിച്ച് പേരിനെക്കുറിച്ചും ഇതിൻ്റെ കണ്ടൻറ്റിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് പിന്നെ ഭാര്യ പറയുന്നു ഭയങ്കര എന്തോരം മരണങ്ങളാണ് ഈ നോവലിൽ എന്ന് ഭാര്യ പറയുന്ന സമയത്ത് എൻ്റെ ഈ 4 വയസ്സുള്ള ഇളനിത്താര എന്ന മൂത്ത മകള് നിലത്തിരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സംസാരം കേട്ടുകൊണ്ട് അവൾ തലയുർത്തിയിട്ട് എന്നോട് പറയുന്നു, എങ്കിൽ അച്ഛൻ്റെ പുസ്തകത്തിന് മരണത്തിൻ്റെ പുസ്തകം എന്ന പേരിട്ടൂടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ മരണത്തിൻ്റെ പുസ്തകം എന്ന് പേരിട്ടൂടെ എന്ന മകളുടെ ചോദ്യത്തിൽ നിന്നാണ് മരണവംശം എന്ന പേരിലേക്ക് നോവൽ എത്തിപ്പെടുന്നത്. നോവൽ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് എൻ്റെ പുസ്തകങ്ങൾക്കൊന്നും അങ്ങനെ വായനക്കാരൊന്നും ഇല്ലാത്ത ഒരു പാവം എഴുത്തുകാരനാണ് ഞാൻ. മാക്സിമം പോയാൽ ഒരു 4 പതിപ്പിനപ്പുറം എൻ്റെ ഒരു കഥാസമാഹാരവും ഒരു ഓർമ്മക്കുറിപ്പും ഇന്നേവരെ കടന്നു പോയിട്ടില്ല. അത്രയും പാവങ്ങളായ കഥകളാണ്, പാവങ്ങളുടെ കഥകളാണത്.
അപ്പോൾ മരണവംശം ഇറങ്ങുമ്പോൾ ഞാനും പ്രതീക്ഷിച്ചത് ഒരു മാക്സിമം 2 പതിപ്പ് അല്ലെങ്കിൽ 3 പതിപ്പ്, കാരണം ഭയങ്കര ഭ്രാന്തുള്ള ഒരു പുസ്തകമാണ്. എൻ്റെ എല്ലാ ഭ്രാന്തും തുറന്നെഴുതിയ ഒരു നോവലാണത്. അതുകൊണ്ട് ആരും വായിക്കില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ കേരളത്തിലെ വായനക്കാർക്ക് എന്തോ ആ നോവൽ ഭയങ്കരമായിട്ട് പിടിച്ചുപോയി. ആ നോവൽ ഇറങ്ങിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ 1000 കോപ്പി വിറ്റുപോയി. ഇപ്പോൾ അത് 25 പതിപ്പിലേക്ക്, ഒരു വർഷത്തിനുള്ളിൽ 25ാം പതിപ്പിലേക്ക് അത് എത്തി നിൽക്കുന്നു എന്നുള്ളത് അതിന് കാരണം ഞാനല്ല, അതിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങളും അവരുടെ ജീവിതവും ഒക്കെ തന്നെയാണ്. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ പ്രാദേശികമായിട്ടുള്ള വാക്കുകളാണ്. കാസർഗോഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെയാണ് അതിൽ ഉപയോഗിച്ചത്. കാരണം എനിക്കത് ഉപയോഗിക്കണം എന്നുള്ളത്, കാരണം ഞാനൊക്കെ ചത്തു കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ നോവൽ വായിക്കുന്ന സമയത്ത് ഈ ഭാഷയും വാക്കുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ആരെങ്കിലും ഓർത്താൽ ആ നോവലിൻ്റെ ഒരു രാഷ്ട്രീയ തരത്തിൽ, അതായത് പ്രാദേശികതയുടെ ഒരു രാഷ്ട്രീയ അർത്ഥം കൂടി ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഇതിൽ എല്ലാവരും നോവൽ വായിച്ച പലരും പറഞ്ഞത് ഭാഷ ഭയങ്കര കട്ടിയാണ്, മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്ക് പ്രശ്നമല്ല, അത് ആളുകൾ പഠിക്കട്ടെ. കാരണം എനിക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ചീവീട് എന്നാണ് നിങ്ങൾ ഈ രാത്രി കരയുന്ന ജീവിയെ വിളിക്കുന്നത്, ഞങ്ങൾ പീരാങ്കുടുക്ക എന്ന് വിളിക്കുക. പീരാങ്കുടുക്ക എന്ന് വെച്ചാൽ വെയിരം കൊടുക്കുന്ന കുടുക്ക, ചീവീടിൻ്റെ ഒരു കുടുക്ക പോലത്തല്ലേ. വെയിരെന്ന് പറഞ്ഞാൽ കരയുന്ന, വെയിരം കൊടുക്കുന്ന കുടുക്ക എന്ന അർത്ഥത്തിൽ നമ്മൾ വിളിക്കുന്നത് പീരാങ്കുടുക്ക എന്നാണ്. അപ്പോൾ എനിക്ക് ചീവീടുകൾ കരയുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. അത് എഴുതുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു കുറ്റബോധം വരും, റിഗ്രറ്റ്, ഞാൻ എന്തോ എന്നോട് തെറ്റ് ചെയ്യുന്നത്. എനിക്ക് പീരാങ്കുടുക്ക കരയുന്നു എന്ന് എഴുതിയാൽ എനിക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളിൽ ഞാൻ അടി കുറിപ്പും കൊടുത്തില്ല. ആളുകൾക്ക് അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അങ്ങനെ അടിക്കുറിപ്പ് കൊടുക്കാത്തത്. അതേപോലെ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്നേഹം വരുമ്പോൾ നമ്മൾ കുട്ടികളെല്ലാം കാണുമ്പോൾ കുട്ടികളെ കോവിഡ് എന്ന് പറഞ്ഞ രോഗമല്ല, കോവിഡൊക്കെ പിടിച്ച് വലിക്കൂലേ അല്ലേ? നിങ്ങളൊന്നും വലിക്കൂല, ഞാനും വലിക്കും. എനിക്ക് കുട്ടികളെ കാണുമ്പോൾ കുട്ടികളൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കോവിഡ്, എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ കാലത്തി. അമ്മ ഇങ്ങനെ കുട്ടികളെ കണ്ട് അപ്പം കോവിഡ് പിടിച്ച് വലുതാക്കും. അതുകൊണ്ട് കുട്ടികളൊന്നും അമ്മയുടെ അടുത്ത് പോകാനുള്ളൊരു സ്നേഹത്തിലാണ് വലിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ പേടിച്ചിട്ട് പോവില്ല. അപ്പം നമ്മളിങ്ങനെ ഇതിനെ നമുക്ക് സ്നേഹത്തോടെ അവൻ ചേർത്ത് പിടിച്ചു എന്ന് നമുക്ക് എഴുതാം. പക്ഷേ എനിക്ക് മറലോടെ ചേർത്ത് പിടിച്ചു എന്ന് എഴുതാൻ പറ്റും. മറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് വളരെ ആഴത്തിലുള്ള സ്നേഹത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് മറലോടെ ചേർത്ത് പിടിച്ചു എന്ന് പറയുമ്പോഴേ എനിക്ക് മറലാവും. അപ്പോൾ ഞാൻ എഴുതുന്നൊരു മറലായി ഞാൻ എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും ധാരാളം മരണവംശത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ പരിമിതിയും വായനക്കാർക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. വായനയിലൊരു ഫ്ലുവൻസിൽ, അത് ഒഴുക്കോടെ കൂടി വായിക്കാൻ ചിലപ്പം തോന്നാതിരിക്കാം. എന്നിട്ട് പോലും അത് വായിച്ചു എന്നതിൽ ഞാൻ ഇവിടുത്തെ പ്രബുദ്ധരായ മലയാളി വായനക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. അതിലേറ്റവും സാധാരണക്കാരായ വാർപ്പിൻ്റെ പണിക്ക് പോകുന്ന ആളുകൾ തൊട്ട് രാഷ്ട്രീയ നേതാക്കൾ, സിനിമ താരങ്ങൾ, മറ്റ് വലിയ നിലയിലുള്ള ബുദ്ധിജീവികളായിട്ടുള്ള വായനക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കല്ല. അതിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങൾക്കും അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയ്ക്കും വാക്കുകൾക്കും ഒരു സംഭവം ഞാനത് എഴുതാൻ ഞാൻ നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിലൂടെ അത് പുറത്തു വന്നു എന്നേ ഉള്ളൂ. അത് ഇപ്പോൾ വായനക്കാർക്കിടയിൽ എന്തെങ്കിലും നല്ല അഭിപ്രായം കൊണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾക്കും കഥാപരിസരങ്ങൾക്കും ആ കഥാപാത്രങ്ങൾക്കൊപ്പം എൻ്റോടൊപ്പം സഞ്ചരിച്ച ഉറ്റവർക്കും അതിൽ വന്നിട്ടുള്ള മറ്റ് ഭ്രാന്തുകൾക്കും ആണ് ഞാൻ സമർപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു വലിയ കവിയായിട്ടുള്ള ഗോവിന്ദപ്പയ്യ ഉണ്ട് മഞ്ചേശ്വരത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ചിലർ കേട്ടിട്ടുണ്ടാവും. മഞ്ചേശ്വരത്ത് ഗോവിന്ദപ്പയ്യയുടെ ഒരു കവിതയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തേക്ക് ഒരു സമയത്ത് വരുന്നു, അതാരോ നമുക്ക് കൊണ്ടുതരുന്നു, അതങ്ങനെ പോവും. അപ്പോൾ നമ്മളല്ല അതിൻ്റെ ഉടമസ്ഥർ. ഒരു എഴുത്തിൻ്റെയും ഒരു കഥയുടെയും കവിതയുടെയും നോവലിൻ്റെയും പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഒരു എഴുത്തുകാരന് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഗോവിന്ദപ്പയ്യ അതിനെക്കുറിച്ച് എഴുതിയ കിളിക്കൂട് എന്ന് പറയുന്ന കവിത വായിച്ചുകൊണ്ട് എൻ്റെ ബോറൻ സംസാരം ഞാനിവിടെ നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ കവിത ഒരു 5 വരിയേ ഉള്ളൂ, അത് വായിച്ചുകൊണ്ട് ഞാൻ സംസാരം നിർത്താം. കിളിക്കൂട്ടം എന്നാണ് ആ കവിതയുടെ പേര്. മഞ്ചേശ്വരം ഗോവിന്ദപ്പയ്യ എന്ന് പറയുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ തന്നെ വള്ളത്തോളിന് സമാനനായ വളരെ പ്രതിഭാശാലിയായിട്ടുള്ള എഴുത്തുകാരനായിരുന്നു. പലരും അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ അർഹിക്കുന്ന പരിഗണന കിട്ടാതെ പോയ ഒരു കാസർഗോഡുകാരൻ എഴുത്തുകാരനാണ് ഗോവിന്ദപ്പൈ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കവിത വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മരണവംശത്തെക്കുറിച്ചുള്ള തള്ള് നിർത്താം. എൻ്റെ വാക്കുകളെ ചെരാതുകൾ ജലത്തിൻ അലകളിൽ ഒഴുക്കും പോലെ നിങ്ങൾ ഞാൻ കാലത്തിൻ അലകളിൽ ഒഴുക്കി വിടുകയാണ്.
പ്രപഞ്ചചേതന നിങ്ങൾക്ക് മുമ്പിൽ ഒതുങ്ങി വരട്ടെ. മുങ്ങിപ്പോവോളം ജീവിക്കുക എന്നതത്രേ നിങ്ങളുടെ നിയോഗം. കുഞ്ഞുങ്ങളെ കരുതലോടെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ അമ്മക്കിളി, സന്ധ്യയാകുമ്പോൾ അവയെ കൂട്ടിലെത്തിക്കും പോലെ ഞാൻ നിങ്ങളെ എൻ്റെ ഈ പുസ്തകത്തിൽ ചേർക്കുകയാണ്. നിങ്ങളെ എനിക്ക് എൻ്റെ സ്വന്തക്കാർ എന്ന് കരുതാമോ? എവിടെ നിന്നോ പുറപ്പെട്ട് എങ്ങോട്ടോ പോകുന്ന മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ അരനാഴിക തങ്ങുന്നതുകൊണ്ട് എൻ്റെ സ്വന്തമാകുമോ? നിങ്ങളെ ഞാൻ എൻ്റേത് എന്ന് എങ്ങനെ പറയും? അവരവരുടെ വഴിയിൽ ഒന്നിനു പിറകെ ഒന്നായി പറന്നു പോകുന്ന കിളിക്കൂട്ടം, വഴിയിൽ ഏതോ തോട്ടം കണ്ട് ഒരു ക്ഷണം ആ തോട്ടത്തിൽ തങ്ങിയാൽ ആ കിളിക്കൂട്ടം ആ തോട്ടത്തിൻ്റേതാകുമോ? അവരവരുടെ വഴിയിൽ ഒന്നിനു പിറകെ ഒന്നായി പറന്നു പോകുന്ന കിളിക്കൂട്ടം, വഴിയിൽ എന്തോ തോട്ടം കണ്ട് ഒരു ക്ഷണം ആ തോട്ടത്തിൽ തങ്ങിയാൽ ആ കിളിക്കൂട്ടം ആ തോട്ടത്തിൻ്റേതാകുമോ? ആ തോട്ടം കിളികളുടേതാകുമോ? നന്ദി. തിരുവനന്തപുരത്ത് വളരെ അപൂർവമായി എത്താറുള്ള ശ്രീ ഷാജികുമാറിനെ നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്തായിരുന്നാലും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ദുഃഖമാണ് വിജയകരമായ ഒരു എഴുത്തിൻ്റെ ആധാരമെന്ന് നോവലിസ്റ്റ് പറഞ്ഞു. അതുകൊണ്ടാണോ ഈ നോവലിൽ തുടക്കത്തിൽ തന്നെ നിരപരാധികളായ 2 പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കി കഥ ബെല്ലാർമനയിൽ എർക്കാനയിൽ ആരംഭിച്ചത് എന്നൊന്ന് വെളിവാക്കിയാൽ കൊള്ളാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജോസഫ്. ജോസഫ് ഏട്ടാ, അത് ഇരിക്കൂ. തീർന്നില്ല, സംശയം ഇനിയുണ്ട്. സംശയം എല്ലാം കേട്ടേ പറയാം. സംശയം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു സംശയം. അതിനുശേഷം ഈ കഥയിലെ കഥാപാത്രങ്ങൾ, ഇത് കൊലയിൽ തുടങ്ങുകയാണ്. ഈ കെട്ടിത്തൂക്കിയതിന് ശേഷം ആ സംഭവത്തെ പിന്നോട്ടുള്ള കഥയെ സ്വാധീനിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ അതിനുശേഷം കുഞ്ഞമ്മാറിൻ്റെ ജീവിതവും ജാനകിയുടെയും ജീവിതവും അതിൻ്റെ 2ാമത്തെ വംശപരമ്പരയിൽ 3ാമതെത്തുമ്പോൾ ഭാസ്കരനാണോ ചന്ദ്രനാണോ ഇതിൽ വില്ലൻ ഇല്ലെങ്കിൽ നായകൻ എന്നൊരു സംശയം എനിക്ക് തോന്നി. അത് വിശദീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവർ 2 പേരും പരസ്പരം കൊല്ലാനും മരിക്കാനും തയ്യാറായി നിൽക്കുന്നവരാണ്. ഒരാളെ കൊല്ലുന്നു. കുഞ്ഞമ്മാറിൻ്റെ ചിത്രീകരണമൊക്കെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കോഴിപ്പോരിന് അല്പവസ്ത്രം ധരിച്ച് യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ മത്സരം നടത്തി കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. കഥയുടെ ഒഴുക്ക് വളരെ മനോഹരമാണ്. ഏറ്റവും അവസാനമെത്തുമ്പോൾ അങ്ങ് ഇത്രയും കൊല നടത്തണമായിരുന്നോ എന്നെനിക്ക് നോവലിസ്റ്റിനോട് ചോദ്യമുണ്ട്. കാരണം പകയുടെ ഒരു വേലിയേറ്റം തന്നെ നമുക്കതിൻ്റെ വായനയിൽ ദർശിക്കാൻ കഴിയും. ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന നിരപരാധികൾ പല കോണുകളിലെത്തുമ്പോൾ അവിടെയെല്ലാം രക്തം ആർന്നു നിൽക്കുന്ന കത്തിയും, ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സാധാരണ തോക്ക് ഉപയോഗിക്കാറില്ല. നമ്മുടെ നാട്ടിലല്ലോ, നിങ്ങളുടെ നാട്ടിലേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിൽ കാസർഗോഡാണ് ഈ തോക്ക് ഉപയോഗിച്ചുള്ള പ്രയോഗം. അപ്പോൾ തോക്കിൻ്റെ വെടിയുണ്ടയുമായി ലക്ഷ്യം പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നിരപരാധികൾ തളർന്നു നിൽക്കുന്നത് ഈ നോവൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എനിക്കിനി ഞാൻ പുസ്തകം നല്ലവണ്ണം വായിച്ചാണ്. ഒന്നുകൂടെ പറയാം, ഈ കഥ ഇവിടെ നിർത്താൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭാസ്കരനും ചന്ദ്രനും തമ്മിലുള്ള ഈ തർക്കം നളിനിയിൽ പക തീർക്കുന്ന ആളിനെയാണ് നമുക്ക് കാണുന്നത്. നളിനി ഭാസ്കരനെ വെടിവെച്ച് ശരിപ്പെടുത്തുന്നുണ്ട്. അപ്പം നളിനിയുടെ വംശപരമ്പരയിൽ ഇനി ഈ കുഞ്ഞമ്മാറിൻ്റെയും ജാനകിയുടെയും വംശം വീണ്ടും നീട്ടിക്കൊണ്ട് പോയാൽ നല്ല നോവലൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. 2ാം ഭാഗം സംഭവിച്ചേക്കാം. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ 2ാം ഭാഗം സംഭവിച്ചേക്കാം. 1ാമത്തെ ശോകമാണ് എന്നുള്ളത്, ജീവിതം ശോകമാണ് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ശ്രീനാരായണഗുരുവിൽ ഒറ്റയ്ക്ക് ജീവിച്ച് മരിച്ചത്. വിവേകാനന്ദൻ ജീവിതത്തിൻ്റെ അർത്ഥം അറിഞ്ഞ എല്ലാവരും ബന്ധങ്ങളിൽ നിന്ന് മോചിതരാകും. ബന്ധങ്ങളാണ് വേദനയ്ക്ക് കാരണം, അല്ലേ? ബന്ധങ്ങളിൽ നിന്നാണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് അസുഖം വന്ന് മരിക്കുന്ന പോലെയല്ല നമ്മൾ ഉറ്റവർ മരിക്കുന്നത്. അതുകൊണ്ട് ഉറ്റവരില്ലാതിരിക്കുക, ഉറ്റവരിൽ നിസ്വനായിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം. ജീവിതത്തിൻ്റെ അർത്ഥമല്ല, ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ ചില മരണം എന്ന് പറയുന്നത്, ഇത് മരണവംശമാണ്. മരണത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള യാത്രയായിട്ടാണ് മരണവംശത്തെ ഞാൻ കണ്ടത്. രണത്തിൽ നിന്ന് മരണത്തിലേക്കും മരണത്തിൽ നിന്ന് നരത്വത്തിലേക്കുള്ള യാത്രയാണ് മരണവംശം. ഇതിൽ കഥാപാത്രങ്ങൾ മരിക്കുമ്പോൾ മറ്റാരെക്കാളും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതിൽ പലരും മരിക്കാൻ സമ്മതിക്കാതെ, കുഞ്ഞമ്മാർ എന്ന് പറയുന്നത് ഞാൻ ഓർമ്മ പോയ ആ സമയത്ത് തന്നെ കൊല്ലാൻ വിചാരിച്ചാണ്. കാരണം ഓർമ്മ പോയി ഇനി അവർ 2 അധ്യായത്തിനപ്പുറത്ത് കടക്കരുത്. പക്ഷേ കുഞ്ഞമ്മാർ പറഞ്ഞു, നീ വിചാരിച്ചാൽ എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞമ്മാർ അവസാനത്തെ അധ്യായം വരെ നിൽക്കുന്നൊരു
ഒരു കഥാപാത്രമാണ്. അപ്പോൾ എനിക്ക് അവരെല്ലൊക്കെ വധിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്യുമ്പോഴും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അവരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവരിലൂടെ കടന്നു പോകുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇത് ആത്യന്തികമായിട്ടൊരു പിന്നെ പകയുടെയോ പ്രതികാരത്തിൻ്റെ നോവലായിട്ടല്ല ഞാനതിനെ വ്യാഖ്യാനിക്കുന്നത്. നിസ്സഹായരായിട്ടുള്ള നിസ്സഹായരായ മനുഷ്യർ ഈ പിന്നെ കലാപത്തിൻ്റെ വലയിൽ, ചിലന്തി വലയിൽ കുടുങ്ങിപ്പോകുന്ന പ്രാണികളെപ്പോലെ കുടുങ്ങിപ്പോകുന്ന മനുഷ്യരുടെ ആത്മകഥകളും നൊമ്പരങ്ങളും സംഘർഷങ്ങളും ഓരം ചേരലും ഒക്കെയാണ് ഈ നോവലിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊരു തരത്തിൽ പ്രണയത്തിൻ്റെ നോവലായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കുഞ്ഞന്മാരും കൊട്ടനും തമ്മിലുള്ള പ്രണയം, നളിനിയും ഭാസ്കരനും തമ്മിലുള്ള പ്രണയം, ചന്ദ്രനും രമണിയും തമ്മിലുള്ള പ്രണയം, പണിക്കറും നമ്മളെ വെള്ളച്ചേട്ടിയും തമ്മിലുള്ള പ്രണയം, അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ ഒരു നോവലായിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തത്. അതിലേക്ക് വരുന്ന ഒരു സംഘർഷങ്ങൾ മാത്രമാണ് ബാക്കി, വെട്ട്, കൊല ഒക്കെ. പിന്നെ ജോസഫേട്ട, ഇത് ചില ഈ എല്ലാ കാലത്തും ഈ വയലൻസ് കേന്ദ്രീകൃതമായിട്ടുള്ള കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച കൃതികൾ ഒക്കെ തന്നെ യുദ്ധങ്ങളായിരുന്നു പ്രധാനമായിട്ടുള്ള പ്രമേയമായിട്ടുള്ള. ഇപ്പോൾ മഹാഭാരത ആയാലും, ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനമായാലും, അല്ലെങ്കിൽ ഒഡീസി, നമ്മളിപ്പോൾ നോളൻ ചെയ്യാൻ പോകുന്ന സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള കൃതിയായാലും ഒക്കെ തന്നെ യുദ്ധമാണ്. യുദ്ധത്തിൽ നിന്നാണ് പല കൃതികളും ഉണ്ടാകുന്നത്, നല്ല കൃതികൾ ഉണ്ടാകുന്നത്. എൻ്റെ കൃതി നല്ലതെന്നുള്ള അർത്ഥം. അപ്പോൾ ചിലയിടത്ത് നമുക്ക് വയലൻസിൽ നിന്നാണ്, നമുക്ക് ഈ ഹിംസയിൽ നിന്നാണ് നമുക്ക് അഹിംസയിലേക്കുള്ള വഴികൾ കിട്ടുക. ഹിംസയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹിംസയെ നമ്മൾ ആഖ്യാനിക്കുമ്പോൾ നമുക്ക് അതിൽ അഹിംസയെ കണ്ടെത്താം. അതുകൊണ്ടാണ് ഭാസ്കരനാണോ ചന്ദ്രനാണോ വില്ലൻ എന്ന് ചോദിക്കുന്ന ചോദ്യം ജോസഫേട്ടിന് തോന്നുന്നത്. കാരണം എനിക്ക് അവർ രണ്ടുപേരും വില്ലരല്ല. എനിക്ക് ചന്ദ്രനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യൻ. ചന്ദ്രനെ കൊല്ലാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ മനുഷ്യർക്കുള്ളിൽ ഈ സ്നേഹത്തെക്കുറിച്ചുള്ള തോന്നലുകൾ, സ്നേഹത്തിൻ്റെ പലതരത്തിലുള്ള അടരുകൾ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ലോകത്തെ സ്നേഹത്തോടെ കാണാനാണ് ഇഷ്ടം. അങ്ങനെ അധികം ആരെയൊന്നും നോവിക്കാതെ എൻ്റേതായിട്ടുള്ള ജീവിതം നയിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ കഥാപാത്രങ്ങളും ലോകത്തെ അധികം മുറിവേൽപ്പിക്കുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അത്രമേൽ വയലൻസ് ഞാൻ പരമാവധി കുറച്ചിട്ടുണ്ട്. അതൊരു സ്നേഹത്തിൻ്റെ പുസ്തകമായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്.